പി കൃഷ്ണദാസ്, എന്താണ് ബി.ജെ.പിയുടെ ആത്മവിശ്വാസത്തിന് അടിസ്ഥാനം? ഈ ഒരു 6:30 കഴിഞ്ഞപ്പോഴത്തേക്കും ആണെന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് വന്നത്, കെ സുരേന്ദ്രൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നത്. ഈ ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? പോളിംഗ് ശതമാനം ആകെ കുറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ നഗരസഭയിലെ പോളിംഗ് ശതമാനം 70.23 ആയിരുന്നു 2021-ൽ. 2024 ആകുമ്പോൾ 70.12%. ചെറിയ വ്യത്യാസമേ വന്നിട്ടുള്ളൂ എന്നുള്ളത്. അപ്പോൾ നഗരസഭയിൽ പോളിംഗ് ശതമാനം ഉയർന്നത് ബി.ജെ.പി ആണ് തുണയ്ക്കുന്നത് എന്ന വിലയിരുത്തലേക്ക് നിങ്ങൾ എത്തുകയാണോ? സ്മൃതി, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ തുടക്കം മുതൽ കേരളത്തിലെ മറ്റ് 2 മണ്ഡലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വളരെയേറെ ചർച്ച ചെയ്യപ്പെടുകയും രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുകയും വിവാദങ്ങൾ തുടരെയായി മാറാതെ ഒഴിയാതെ ഉണ്ടാവുകയും ചെയ്തിട്ടുള്ള ഒരു മണ്ഡലമാണ് പാലക്കാട് മണ്ഡലം. ആ പാലക്കാട് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്ന ദിവസം ബി.ജെ.പിയെ സംബന്ധിച്ച് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു വിലയിരുത്തൽ, എല്ലാ പഞ്ചായത്തുകളിലും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയിലും ബി.ജെ.പിക്ക് അനുകൂലമായിട്ടുള്ള ഒരു ജനവികാരം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം 2 മുന്നണികളും ഒരുമിച്ച് ചേർന്നുകൊണ്ട് കേരള നിയമസഭയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രകടനങ്ങൾ, അത് പല വിഷയങ്ങളിലും എടുത്തിട്ടുള്ള നിലപാടുകൾ, ആ നിലപാടുകൾക്കെതിരായി ശബ്ദിക്കാനുള്ള ഒരു അവസരമായി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ജനങ്ങൾ കാണുകയാണ്. അതിലൊരു രാഷ്ട്രീയം കൂടിയുണ്ട്. 2 മുന്നണികളും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ബി.ജെ.പിക്കെതിരായി കേരളത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായി തെരഞ്ഞെടുപ്പുകളുടെ എല്ലാ ഘട്ടത്തിലും ബി.ജെ.പി സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തുക, ബി.ജെ.പിയെ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തത് ഞങ്ങളാണ് എന്നുള്ള അവകാശവാദം ഉന്നയിക്കുക. ഈ തെരഞ്ഞെടുപ്പിൽ അതുണ്ടാകുമോ എന്നുള്ളത് നമുക്ക് നോക്കിക്കാണാം. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തെ സംബന്ധിച്ച് ഏതാണ്ട് സമാനമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഉയർത്തിക്കൊണ്ടുവന്നത്. പുറത്തുനിന്ന് ശ്രീ കെ മുരളീധരനെ കൊണ്ടുവന്ന് അവിടുത്തെ എം.പിയെ മാറ്റി നിർത്തി അവിടെ UDF തങ്ങൾ വലിയ ഭൂരിപക്ഷത്തോടെ വിജയിക്കാൻ പോകുന്നു എന്നുള്ള ചർച്ചയുണ്ടാക്കി ബി.ജെ.പിക്കെതിരെ വലിയ ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നു. LDF സമാനമായി UDFനെ സഹായിക്കുന്ന തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിച്ചു. അപ്പോൾ ഒരു തരത്തിലും ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി ജയിക്കാൻ പാടില്ല എന്നുള്ള തരത്തിൽ വലിയ തരത്തിലുള്ള പ്രചരണവും അതോടൊപ്പം തന്നെ ചർച്ചകളുമെല്ലാം സംഘടിപ്പിച്ചു. പക്ഷേ ജനങ്ങൾ ഒരു തരത്തിലും ആ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ പ്രതീക്ഷിക്കാത്ത ഒരു വലിയ ഭൂരിപക്ഷത്തോടു കൂടി ശ്രീ സുരേഷ് ഗോപിയെ ജയിപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. ഏതാണ്ട് സമാനമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലൂടെയാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കടന്നുപോയത്. ഇവിടെയും UDFും LDFും ഒരുമിച്ച് ചേർന്ന് ബി.ജെ.പിയെ പരാജയപ്പെടുത്താനുള്ള ശ്രമമാണ് നടത്തുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ വശം നോക്കിക്കഴിഞ്ഞാൽ ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്ന ഏതാണ്ട് സമാനമായി ബി.ജെ.പി സ്ഥാനാർത്ഥിയെ കോർണർ ചെയ്തുകൊണ്ട്, ബി.ജെ.പി പ്രവർത്തകരെ കോർണർ ചെയ്തുകൊണ്ട്, ബി.ജെ.പിയുടെ രാഷ്ട്രീയത്തെ കോർണർ ചെയ്തുകൊണ്ട് ആരോപണങ്ങൾ ഉന്നയിക്കുക, ബി.ജെ.പി പരാജയപ്പെടുമെന്ന് നിരന്തരമായി പ്രചരണങ്ങൾ നടത്തുക, ബി.ജെ.പി സ്ഥാനാർത്ഥി ജയിക്കാനുള്ള സാധ്യത ഞങ്ങൾ ഉണ്ടാക്കില്ല എന്ന് ജനങ്ങളോട് പറയുക, ഇതെല്ലാം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ബി.ജെ.പിക്ക് അനുകൂലമായി രാജ്യത്തെ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ, 3 തവണയായി ലോകസഭയിൽ ബി.ജെ.പി ജയിച്ചു വരുന്ന സാഹചര്യം, പലപ്പോഴും കോൺഗ്രസിന് അനുകൂലമായി ഇവിടെ ഇന്ത്യ സഖ്യം ജയിച്ചു വരുമെന്ന് ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും പറയുന്നത്, അതെല്ലാം തിരുത്തിക്കൊണ്ട് ബി.ജെ.പിക്ക് അനുകൂലമായി ജനങ്ങൾ ചിന്തിക്കുന്ന സാഹചര്യം. ഈ പാലക്കാട് സാഹചര്യത്തിലേക്ക് എത്തുകയാണെങ്കിൽ അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്, ഇപ്പോൾ ഈ മുനിസിപ്പാലിറ്റിയിലെ പോളിംഗ് ശതമാനം ഉയർന്നത് ഗുണകരമാകുമെന്ന വിലയിരുത്തൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ആ തരത്തിൽ നടത്താനാവുക? കാരണം 2021-ലെ ലീഡാണ് നിങ്ങളൊരു പ്രധാനപ്പെട്ട കാര്യമായി പറയുന്നത്. അന്ന് 6238 വോട്ടിൻ്റെ ലീഡ് ബി.ജെ.പിക്കുണ്ട്. അപ്പോൾ അവിടെ മത്സരിച്ചത് ഈ ശ്രീധരനാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇതേ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ മത്സരിക്കുന്നു. അപ്പോൾ മുനിസിപ്പാലിറ്റിയിൽ 497 വോട്ടിൻ്റെ ലീഡേ ഉള്ളൂ. അപ്പോൾ അതെങ്ങനെയാണ് ഒരു മാനദണ്ഡമാവുക? സ്മൃതി, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നടക്കുന്ന ഒരു വോട്ടിംഗ് പാറ്റേൺ അല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടക്കുന്ന വോട്ടിംഗ് പാറ്റേൺ. കഴിഞ്ഞ തവണ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ എന്താ സംഭവിച്ചത്? പാലക്കാട് സീറ്റിൽ ബി.ജെ.പി ജയിക്കും, ബഹുമാനപ്പെട്ട ശ്രീ ശ്രീധരൻ വലിയ ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കും എന്നുള്ള സാഹചര്യമുണ്ടായപ്പോൾ LDFിൻ്റെ ഏതാണ്ട് 12,000-13,000 വോട്ടുകൾ, LDFിൻ്റെ നേതാക്കന്മാർ തന്നെ തുറന്ന് സമ്മതിക്കുകയല്ലേ, അവരുടെ വോട്ടുകൾ സ്വാഭാവികമായി അവർക്ക് ലഭിക്കേണ്ട വോട്ടുകൾ അത് എൻ ബ്ലോക്കായി UDFിന് അനുകൂലമായി, സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി ഒരു പ്രത്യേക ചിന്താഗതിയോടുകൂടി ബി.ജെ.പിയെ പരാജയപ്പെടുത്തണമെന്ന ചിന്താഗതിയോടുകൂടി ശ്രീധരൻ ജയിച്ചു വരാൻ പാടില്ല എന്നുള്ള മുൻവിധിയോടുകൂടി എടുത്തിരിക്കുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് കഴിഞ്ഞ തവണ UDFിൻ്റെ സ്ഥാനാർത്ഥി അവിടെ ജയിക്കാനുള്ള സാഹചര്യമുണ്ടായത്. പാർലമെൻറ്റിൽ വന്നപ്പോൾ അതിൻ്റെ സാഹചര്യത്തിന് വ്യത്യാസമുണ്ട്. കാരണം കോൺഗ്രസ് പാർലമെൻറ്റിൽ ജയിച്ചു വരാൻ പോകുന്നു എന്ന് കേരളത്തിൽ മുഴുവൻ നടന്നിട്ടുള്ള പ്രചരണം, കോൺഗ്രസ്സാണ് ഉണ്ടാകേണ്ടത് പാർലമെൻറ്റിൽ ദേശീയ തലത്തിൽ എന്നുള്ളത് UDFിൻ്റെ നിലപാടിനൊപ്പം നിൽക്കുന്ന LDFിൻ്റെ രാഷ്ട്രീയ നയം. അപ്പോൾ കേരളത്തിൽ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുമെങ്കിലും അവിടെ ബി.ജെ.പി പാർലമെൻറ്റിൽ വരാൻ പാടില്ല എന്നുള്ള കാഴ്ചപ്പാട് LDFിൻ്റെ അണികൾക്കുണ്ട്. അവർ സ്വാഭാവിക
സ്വാഭാവികമായും LDF-നും എതിരായിട്ട് നിൽക്കുന്ന ഒരു രാഷ്ട്രീയപരമായ തീരുമാനമുണ്ടാകും. അത് UDF-ന് അനുകൂലമാകും. അതൊക്കെ രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും സ്വാഭാവികമായി നടക്കുന്ന പാറ്റേണുമാണ്. അതിലൊന്നും വ്യത്യാസമില്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിലുള്ളൊരു പ്രത്യേകത, BJP-യെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ മുനിസിപ്പാലിറ്റിയിൽ വോട്ടിംഗ് പെർസെൻറ്റേജ് വർദ്ധിച്ചു എന്നുള്ളതിനേക്കാൾ BJP-ക്ക് വലിയ സ്വാധീനമില്ല, BJP-ക്ക് ഭൂരിപക്ഷം കിട്ടാൻ സാധ്യതയില്ല എന്ന് പറയുകയും LDF-ന് UDF-ന് തങ്ങൾക്ക് തനതായിട്ടുള്ള വലിയ ഭൂരിപക്ഷമുണ്ട് എന്ന് പറയുന്ന പഞ്ചായത്തുകൾ, അത് പിരായിരിയാണെങ്കിലും മാത്തൂരാണെങ്കിലും കണ്ണാടിയാണെങ്കിലും അവിടെയെല്ലാം അവരുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് കുറയുന്നു. അത് LDF-ൻ്റെ വോട്ടാവട്ടെ UDF-ൻ്റെ വോട്ടാവട്ടെ, അവിടുത്തെ ജനങ്ങൾ ഈ രണ്ട് മുന്നണികളിലും മടുത്തിരിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് കാണിക്കുന്നത്. അപ്പോൾ അത് ആരിൽ നിന്ന് പോയാലും എവിടെ നിന്ന് പോയാലും അത് BJP-യെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയപരമായി പാലക്കാട്ട് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നിയമസഭയ്ക്കകത്ത് ഒരു വ്യത്യസ്തമായിട്ടുള്ള BJP-യുടെ ശബ്ദമുണ്ടാകണമെന്നുള്ള അവരുടെ കാഴ്ചപ്പാട് അത് ജനങ്ങൾ കാണുന്നുണ്ട്. ആ ജനങ്ങൾ BJP-ക്ക് അനുകൂലമായി കാണും. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.